ഇലാഹിൽ അലിയ ഗ്രൂപ്പിലെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഹസ്ബുനല്ലാ. നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന അൽ-കഹ്ഫ് സൂറയിലെ ഒരു കഥയിലെ ആ കഥയിലെ യാഥാർത്ഥ്യം അല്പം പറയാം. ആദ്യം ഇതൊന്ന് പറയട്ടെ. വെള്ളിയാഴ്ച തീർച്ചയായും അൽ-കഹ്ഫ് സൂറ ഓതണം. ഇത് ഈ വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളി വരെ പ്രകാശമാണ്. നമുക്കറിയാം, ഈ വെള്ളി ഓതി അടുത്ത വെള്ളി ആകുന്നതിനിടയിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നൂറിലായിക്കൊണ്ടാണ് നമ്മൾ മരണപ്പെടുന്നത്. ആ ഒരു ചിന്ത വെച്ച്, ആ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് നമ്മൾ അൽ-കഹ്ഫ് സൂറ ഓതാൻ മറക്കരുത്. ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുമല്ലോ. അൽ-കഹ്ഫ് സൂറയിൽ പറയപ്പെടുന്ന ഗുഹാവാസികൾ 7 പേരും ഒരു നായയും. എല്ലാവർക്കും അറിയാം. ഇവരെ മറമാടിയ സ്ഥലവും ആ അത്ഭുതവും കണ്ട ഒരാൾ പറഞ്ഞു തന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത്. അവർ പറഞ്ഞു തരുമ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടായി. അത് ഈ യാഥാർത്ഥ്യം ഖുർആനിൽ പറഞ്ഞ അതേപോലെ ഇന്നും അവിടെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അത് ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ജോർദാനിലെ അമ്മാനിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് അവർ പോയി. ആ ചരിത്രങ്ങളെല്ലാം കാണുകയും ചെയ്തു. വർഷം 1500 ആയെങ്കിലും ഇന്നും ജീവൻ തുടിക്കും പോലെ സൂറ കഹ്ഫിലെ കഥ അറിയുന്നവർക്ക് രോമാഞ്ചമുണ്ടാകും. ആ 7 യുവാക്കളുടെയും മയ്യത്ത് പെട്ടികളിലാക്കി അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. അവർ അന്ന് ആദ്യം വന്ന് കിടന്നുറങ്ങിയ അതേ പൊസിഷനിൽ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് കവരുന്ന നായയുടെ ബോഡി ഒരു ചില്ലുകൂട്ടിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അവർ രാവിലെയുടെ വെയിൽ ഏൽക്കാതിരിക്കാൻ അവിടെ ഞാൻ സൂര്യനെത്തിയാൽ അത് വലത്തോട്ട് തിരിയും. വൈകുന്നേരങ്ങളിലെ വെയിലേൽക്കാതിരിക്കാൻ അത് ഇടത്തോട്ട് തിരിയും. അവർക്ക് വായുവും പ്രകാശവും കിട്ടാനും ഒരു ഹോൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ അവർ ഇത് കണ്ടപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് രോമാഞ്ചവും അത്ഭുതവും ഉണ്ടായി. കാരണം ഖുർആൻ പറഞ്ഞ അതേപടി അവർ 9 മണിക്കാണ് അവിടെ എത്തുന്നത്. ആ 9 മണിക്ക് സൂര്യൻ വലത്തോട്ട് തിരിയുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. അവർ അതേ കറക്റ്റ് സമയത്താണ് അവിടെ എത്തുന്നത്. സൂര്യൻ വലത്തോട്ട് തിരിഞ്ഞ് അവർക്ക് ആ ഗുഹയിലേക്കുള്ള ആ സൂര്യൻ്റെ ഉദിപ്പും വെയിലും ഏൽക്കാതിരിക്കാൻ സൂര്യൻ വലത്തോട്ട് തിരിയുന്നവർ നേരിൽ കാണുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കും അവിടെയൊക്കെ പോകാനും ഇതൊക്കെ കാണുവാനുള്ള ഭാഗ്യം അല്ലാഹു തആല തരട്ടെ. ഇൻഷാ അല്ലാഹ്. ചോദ്യം: അസ്ഹാബുൽ ബദരീങ്ങൾക്ക് കാവലിരുന്ന നായയെ എങ്ങനെയാണ് മറമാടിയത്? ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.